ചിക്കൻ്റെ എല്ലില്ലാത്ത പീസസ് വെച്ചിട്ടുള്ള ചിക്കൻ നഗറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നല്ല സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ആദ്യം ബ്രെഡിൻ്റെ 4 വശവും നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ അത് കളയണ്ട, അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ആ 4 വശത്തും കട്ട് ചെയ്തത് ആദ്യം ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് എന്തിനാണെന്ന് വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് കേട്ടോ. ഇനി വലിയൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബ്രെഡുകൾ ഇടുക കേട്ടോ. അതൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ ഇടുക കേട്ടോ. ഈ ചിക്കനും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇതേപോലെ കിട്ടി. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ ചെറുജീരകം പൊടിച്ചത് കേട്ടോ, പിന്നെ നാരങ്ങ പിഴിഞ്ഞത് ഒരു അരമുറി, പിന്നെ സോയാ സോസും കൂടി ഒഴിച്ചിട്ട് അതും നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഒരു ഇലയിലാണ് ജസ്റ്റ് വെച്ചിട്ട് ഞാനൊരു ചട്ടുകം കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. നമുക്ക് കൈ കൊണ്ടാണെങ്കിൽ ചെയ്യാം. ഞാനൊന്ന് എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി പ്ലേറ്റിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെഡ് പൊടിച്ചത് എന്തിനാന്ന് പറയണത്. അപ്പോൾ ഇത് കോട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ആദ്യം മുട്ടയിൽ ഇത് മിക്സ് ചെയ്തിട്ട് നേരെ ബ്രെഡിലേക്കും കൂടി മുക്കിയിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള കോട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കിയത് കേട്ടോ. ഇനി ഓരോന്നായിട്ട് ഇതേപോലെ മുക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ എല്ലാം കൂടി മുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ പൊരിക്കാൻ വെച്ചത്. അപ്പോൾ ഇതേപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഉള്ളു വേവിക്കണം കേട്ടോ. ഇത് വേവിക്കാത്തതുകൊണ്ട് നല്ല പോലെ അപ്പോൾ സ്പീഡ് കുറച്ചിട്ട് വേവിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കിത് നല്ല പോലെ ഒരു ബ്രൗൺ കളറിലേക്ക് അങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ ആദ്യം നന്ന പോലെ വേവിച്ചിട്ട് വേണം നമുക്ക് ഇതേപോലെ ആക്കി. അപ്പോൾ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളു വേവുന്നുണ്ടോയെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇത് ഉള്ളു നല്ല പോലെ ടൈം എടുത്തിട്ടാണ് ഉള്ളു വേവാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.